നമസ്കാരം. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ന്യൂറോ സയന്റിസ്റ്റ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ന്യൂറോളജി. എനിക്ക് ഞങ്ങൾക്ക് ലോകത്തിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഭിന്നശേഷിക്കാർ, ജന്മവൈകല്യമുള്ളവർ, ജനിതക തകരാറുള്ളവർ, ജനിക്കുമ്പോൾ തന്നെ മസ്തിഷ്കത്തിൽ പലതരം അസുഖങ്ങളായി ജനിക്കുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ക്രെറ്റിനിസം, മെന്റലി റിട്ടാർഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം, ADHD, ADD തുടങ്ങി ഏകദേശം 500-ലേറെ ജന്മവൈകല്യങ്ങൾ ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജന്മവൈകല്യങ്ങളുള്ള കുട്ടികളെല്ലാം ഭിന്നശേഷിക്കാർ അവർക്ക് ദൈവം ഒന്നല്ലെങ്കിൽ വേറൊരു ശേഷി കൊടുത്തിട്ടുണ്ട്. അതിൽ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു ഗുരുതര അവസ്ഥയും ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 എന്ന് പറയുന്ന ഒരു ഗുരുതര ജനിതക രോഗവും മാത്രമാണ് ഇന്ന് ഞങ്ങൾക്ക് പിടികിട്ടാത്തത്. എന്നാലും അതും 12 വയസ്സ് വരെ 30% മുതൽ 60% വരെ ആ ലക്ഷണങ്ങൾ, രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാമെന്നും ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ദയവ് ചെയ്ത്, പ്രത്യേകിച്ച് കേരളീയർ, ഇത്തരത്തിലുള്ള കുട്ടികൾ ജനിച്ചാൽ ദയവ് ചെയ്ത് ആ കുട്ടികളെ കൊല്ലുകയോ അതിനുശേഷം ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മാതാപിതാക്കൾ മരിക്കുകയോ ചെയ്യരുതെന്നും, ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ദത്തെടുക്കാൻ, അവരുടെ ചികിത്സ പരിപൂർണമായി പാവപ്പെട്ടവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞങ്ങളുടെ ബെസ്റ്റ് ഡീഡ് ഇന്റർനാഷണൽ റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്ററും ഞങ്ങളുടെ അനാഥാലയങ്ങളും ഞങ്ങളുടെ സ്പെഷ്യൽ സ്കൂളുകളും ഇത്തരത്തിലുള്ള കുട്ടികൾക്കായി നടത്തുന്ന സേവനങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി തിരുവനന്തപുരത്തും രാജ്യത്തിന്റെ പല സ്ഥലത്തും, ഹൈദരാബാദിൽ, ആന്ധ്രയിലും കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും കീഴിൽ സൗജന്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫ്രീ ആയി അവർക്ക് ഭക്ഷണവും ചികിത്സയും താമസവും കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാതെ ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും കൊല്ലരുതെന്നും എന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്യരുതെന്നും കേരളത്തിലെ ഓരോ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ബന്ധുക്കളോടും മാതാപിതാക്കളോടും സമൂഹത്തിനോടും ഞങ്ങൾ കേണഴിഞ്ഞ് അപേക്ഷിക്കുന്നു. ഇത് മെസ്സേജ് നൽകുന്നത് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. ഇത് ഒരു പരിധിവരെ 12 വയസ്സ് വരെ മിക്ക ജനിതക രോഗങ്ങളും ഒരു പരിധിവരെ മാറ്റാമെന്നും മുഴുവൻ മാറുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. 18 വയസ്സ് വരെ 30% മുതൽ 60% വരെയും, ചില രോഗങ്ങൾ പ്രായം കൂടിയാലും ഈ ജന്മവൈകല്യങ്ങളും ഭിന്നശേഷിയും, പക്ഷേ കാലുകൾ ഇല്ലാത്തവർ, ഗുരുതര അസുഖം പിടിച്ചവർ, ആക്സിഡന്റ് അഥവാ അപകടം പറ്റിയവർ എന്നിവയ്ക്ക് ഞങ്ങൾ വീൽ ചെയറുകളും കൃത്രിമ കാലുകളും ഇപ്പോൾ സൗജന്യമായി നൽകുന്നുണ്ട്. ദയവ് ചെയ്ത് ഭിന്നശേഷിക്കാരെ ഒരു കാരണവശാലും ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ കൊല്ലുകയോ ചെയ്യരുതെന്നും അവരും ഈ പ്രകൃതിയുടെ ഭാഗമാണെന്നും ഓരോരുത്തരും തിരിച്ചറിയണമെന്നും ഞാൻ പ്രത്യേകം ഓരോ മനുഷ്യരോടും കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനകളും അതോറിറ്റികളും ഇങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾ ദത്തെടുക്കുകയും സൗജന്യമായി പരിപാലിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും, ആരും അറിയാതെയാണ്. ഞങ്ങൾ സൈലന്റ് റവല്യൂഷനാണ്, അഥവാ നിശബ്ദ വിപ്ലവമാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ദയവ് ചെയ്ത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒരു കാരണവശാലും അവരെ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുതെന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു. ഓരോ വൈകല്യവും മറ്റൊരു തരത്തിൽ അവർക്ക് കഴിവ് നൽകുന്നു. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ വേറൊരു ശേഷി അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അത് തിരിച്ചറിയുക. താങ്ക് യു. അന്താരാഷ്ട്ര സംഘടനകൾക്കും റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസ സംഘടനയ്ക്കും ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വേണ്ടി താങ്ക് യു. ലോക സമസ്ത സുഖിനോ ഭവന്തു.